അപ്പൊ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സ്കൂളെല്ലാം പൂട്ടി, അപ്പൊ വെക്കേഷനായി. അപ്പൊ ശ്രീമായെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ വീട്ടില്. അപ്പൊ ഇന്നലെ ഓള് വന്നിന്. അപ്പൊ ഇന്നലെ ഓള് വന്നപ്പോ നമ്മളോടെല്ലാം പറഞ്ഞു നമുക്കൊരു എപ്പോഴും നമ്മള് വെറൈറ്റി പിടിക്കാൻ പറഞ്ഞിട്ട് ഒരു ചലഞ്ച് വീഡിയോ അങ്ങനെ നടത്താന്ന് വിചാരിച്ചു. അപ്പൊ വീട്ടിൽ തന്നെ വേണ്ടാന്ന് വിചാരിച്ചു നമ്മൾ പുറത്തേക്ക് ചലഞ്ചുമായിട്ട് അതെ, അതിനെല്ലാരും കീഞ്ഞു കെട്ടി കളർഫുൾ ആയിട്ട് നിന്നിട്ടാ ഇന്ന് രസമുണ്ടല്ലേ. അപ്പൊ ഇന്നത്തെ ഒരു വെറൈറ്റി തന്നെയാട്ടാ. നമ്മൾ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്ത, നമ്മളിങ്ങനെ ചലഞ്ചിന് വേണ്ടിട്ട് പുറത്ത് പോയിട്ടില്ല. അതെ, അപ്പൊ ഇന്ന് ആദ്യമായിട്ട് അതെ എന്നാലും ഇന്നത്തെ അതെ ആ കാണലുണ്ട്, നമ്മളപ്പോ ചെയ്യലില്ല. അപ്പൊ ഇന്ന് എന്തായാലും ഇവള് വന്ന സ്ഥിതിക്ക് ഇവള് പറഞ്ഞു, അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മളെ തൊട്ടടുത്ത് ടൗണിലുള്ള ഒരു മാളിലേക്ക് പോവാൻ നോക്കലാന്ന്. ചലഞ്ച് എന്നാ വെച്ചാല് പറയൂ. 10 മിനിറ്റാ സമയമുള്ള. 10 മിനിറ്റാ 5 മിനിറ്റ് സമയമുള്ള. എന്നിട്ട് ഇപ്പൊ ചോക്ലേറ്റ് സെക്ഷനില് ഒരു ചോക്ലേറ്റ് ആദ്യം പറയണ്ടു. 10 സാധനങ്ങള് നമ്മൾ എടുക്കും. 15 സാധനങ്ങള് ഇവര്. നമുക്ക് 15 നമുക്ക് 10 സാധനങ്ങൾ. അതും എത്ര പൈസ? 100 റുപ്യക്ക് നമ്മള് 4 400 റുപ്യക്ക്, അതായത് ഒരാൾക്ക് 100 റുപ്യ വെച്ച് കൊടുക്കും. 5 മിനിറ്റ് സമയം, 15 സാധനം നമ്മൾ എടുക്കുക, 10 സാധനം ഇവരെടുക്കും. അതെ, ആള് ഒന്നെ ആയിരിക്കാൻ പാടില്ല, എല്ലാം 5 മിനിറ്റ് കേക്കലാണ്. പിന്നെ കുട്ടികളെ പഠിക്കുന്നവരല്ലേ, അവർക്ക് പല സൂത്രങ്ങളും ഉണ്ടാവൂലേ, അവര് നോക്കി എടുക്കട്ടെ, നമുക്ക് കാണാലോ. അതെ, അപ്പൊ ഇന്ന് നിങ്ങൾ ആരെയും കൂട്ടുന്നില്ല, നമ്മള് കുട്ടിപ്പട്ടാളം മാത്രം. അപ്പൊ ഞാനും അല്ല ഞാൻ പിന്നെ വിജയികൾക്ക് സമ്മാനമുണ്ട്, അത് ലാസ്റ്റ് പറയും. അതെ, ഞാൻ വിജുവാട്ടിനില്ല. ഇന്ന് നമ്മൾ തന്നെയാണ് ഓരോരുത്തർക്ക് അവരവരുടെ ക്യാമറമാൻ, അവരവർക്ക് അതെ. 5 മിനിറ്റ് സമയം നമ്മൾ ആടെ പോയിട്ട് തുടങ്ങുന്ന സ്റ്റാർട്ട് ആക്കും. അപ്പൊ അവിടെ 5 മിനിറ്റ് പോയി എടുത്തിട്ട് വരാം. എല്ലാം കഴിച്ച കിട്ടുമെന്നാ ഒന്നും അറിയില്ല, നമുക്ക് നോക്കാം അല്ലെ. 5 മിനിറ്റ് 15 സാധനം 100 രൂപ വിജുവാട്ടിനെ കൂട്ടാണ്ട്. പോയിട്ട് സാധനങ്ങൾ എടുക്കാം. ഇത് ഓണാക്കലും പോക്കുവാന്നേ. ടൈം സ്റ്റാർട്ട്സ് നൗ. നമ്മളെല്ലാരും വിചാരിച്ച പോലെ തന്നെ ഞാൻ പോയി എന്താ എടുക്കേണ്ടത് ഒന്നും തിരിയുന്നില്ല. 5 റുപ്യക്ക് 10 റുപ്യക്ക് എന്തെങ്കിലും കിട്ടുമോ ഒന്നും അറിയില്ല, നോക്കാം. അപ്പൊ എന്റെ സമയം തുടങ്ങിയിട്ടുണ്ട്. ചോക്ലേറ്റ് 5ന്റെ ഏതെടുക്കുക? എന്നാ ഇപ്പൊ തുടങ്ങേണ്ടത്. ആദ്യം മിഠായി തന്നെ എടുത്ത് തുടങ്ങാം. ഹലോ, ഹായ്. ആദ്യം ചോക്ലേറ്റ് സെക്ഷനിൽ പോവാം. അവിടെ കുറച്ച് എന്തൊക്കെയോ മിഠായിയെല്ലാം എടുക്കാം. അപ്പോൾ നമ്മൾ 5ന്റെ ഒന്നും എടുത്തിട്ടുണ്ട്. പടച്ചോനെ, നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ കളി. കാണാത്ത 10 റുപ്യ എന്നിട്ടാ ഇതെടുക്കാം. അയ്യോ, ബിസ്ക്കറ്റ് ഒന്നും എടുക്കുക. അയ്യോ, 10 റുപ്യേൻ്റെ ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പെന്നിൻ്റെ സെക്ഷനിൽ പോയിട്ട് പെന്ന്, പെൻസിൽ 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 അടിക്കൊന്നും കിട്ടുന്നില്ല കേട്ടാ. വേറെ കുർക്കുറെ ഒരു ലേസ് എടുക്കുന്നുട്ടാ. ഒരു സാധനം എടുത്ത സാധനം തന്നെ എടുത്തുകൂടാട്ടാ. അതുകൊണ്ട് നമുക്ക് വേറെ എന്നാ കിട്ടും. മേഗി പെൻസിൽ 9 5 റുപ്യ. ഈ ഒരു പെണ്ണിന് എത്രയാ?
ഇത് 4 ഉറുപ്പ്യ ഉള്ളൂ കേട്ടോ. ഇതെടുക്കാം. ഞാൻ ഇപ്പോൾ ഔട്ടാവുന്ന തോന്നി. കിട്ടി 16 ഓഫറുണ്ട്. ഓക്കെ 16 ഓഫറുണ്ട്. ഇനി നമുക്ക് ഒരു നല്ല എടുത്തല്ലേ, നമുക്ക് മേലോട്ട് പോവാം. 28 റുപ്യ ഒന്നും വേണ്ട. 28 റുപ്യ പോയാൽ ബാക്കി പൈസ അത്രയല്ലേ ഉള്ളൂ. വേറെ എടുക്കണ്ടേ? എനിക്ക് കൈകാലെല്ലാം വിറക്കുന്നുണ്ട് കേട്ടോ. ഏതാ എടുക്കണ്ടേന്ന് തിരിയായിട്ട് കിട്ടിച്ചു കൊടുത്താലോ? അലവേണ്ട, സമയത്തില്ല. അയ്യോ, എൻ്റെ പൈസ എത്രയായി? 5 സ്റ്റാർ. ഹായ്. വേറെ എന്താ എടുക്കുക? പിന്നെ നമുക്ക് വേറെന്തോ എടുക്കാൻ ഉദ്ദേശിച്ചു, മറന്നു. അപ്പോൾ നമ്മൾ 2 സാധനം എടുക്കണം. നമ്മളുടെ ആർത്തനൊക്കെ പറഞ്ഞേ പതിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എത്രയാവും പൈസ? മാഗി. നമുക്ക് ഇടുന്ന ഒരു കുർക്കുറി എടുക്കാം. ഇത് ഒറ്റ അവർ ചോദിച്ചോക്ക. നീ ഇന്നലെ പാട് പൈസ ഉണ്ട്. ഹായ് വേറെ. അപ്പോൾ നമുക്ക് പെന്ന് പെൻസിലെല്ലാം നോക്കാം. എത്ര റുപ്യ? ഇത് 9 റുപ്യ കേട്ടോ. ഇതെടുക്കാം. മറ്റേ ഇത് സൂപ്പാക്കുന്ന വെജ്. ഇവിടെ പെന്നുണ്ടോ? പെന്ന് 10 റുപ്യേൻ്റെ ഒരു കുർക്കുറി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്തെല്ലാം എടുക്കുക ഭഗവാനെ. സമയത്ത് ഇല്ല, 2 മിനിറ്റ്. 80 റുപ്യ. ഇത് വേണ്ട, ഇത് വേണ്ട. പെണ്ണ് തായ. പിന്നെ എവിടെയുള്ള? മനസ്സിലായി. പെണ്ണ് തായുണ്ട്. മുകളിൽ നമുക്ക് എന്തെങ്കിലും എടുക്കാലോ. അരി തൂക്കി ഓണിക്കണമെന്നുണ്ടേ, പക്ഷേ ഇടുന്ന സമയത്തില്ല. നെയ്യ് മേടിച്ചാലോ? 17 റുപ്യാന്നേ പെന്ന്. കുഞ്ഞു പെന്നാന്ന്, പക്ഷെ പൈസ അധികമാകുന്നുണ്ട് കേട്ടോ. ഞാൻ കട്ടറും പെന്നും പെൻസിലും ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത കൊല്ലം സ്കൂളിൽ പോകാൻ വേണ്ടി നോക്കുന്ന പോലെ ഞാൻ കട്ടറും പെന്നെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചാൽ ഇതിന് ചെറിയ പൈസ ഉണ്ടാവും, അതാ നോക്കുന്നത്. ഈ പെണ്ണിന് എത്രയാ? 10. അതിനാ 10. 2 റുപ്യേൻ്റെ പെണ്ണുണ്ടോ ഇവിടെ? 2 റുപ്യേൻ്റെ പെണ്ണുണ്ടാ? ഹായ്. 2 റുപ്യേൻ്റെ പെണ്ണ്. അടുക്കടുക്ക് നമുക്ക് സമയമില്ല. ഈനോ 10 എന്നാ ഇതെടുക്കാം. 10. മൂന്നാമത്തെ സാധനത്തി. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല. 25 ഇത് താങ്ങൂല. 10. ആയോ എന്തോ പൈസ എല്ലാം കൂടുന്നുണ്ട് നമുക്കറിയാം. ഈ ക്ലിപ്പ് എടുക്കാം. നമുക്ക് അയ്യോ സ്റ്റിക്കർ വീണിട്ടുണ്ട്. സ്റ്റിക്കർ നമുക്ക് മെയിനായിട്ട് വേണ്ടിയാണ്. ഇത് മെയിൻ സ്റ്റിക്കർ പരതണ്ടേ. പോവാ, എനിക്കൊന്നും വേണ്ട. സ്റ്റിക്കറും കിട്ടുന്നില്ല. ഇങ്ങനെയായിരിക്കും ആവശ്യമുള്ള സമയത്തില്ലേ ഒന്നും കിട്ടൂല. പക്ഷെ ആവശ്യമുള്ള സമയത്ത് ചറവറ കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യാം. 75 റുപ്യ വേണ്ട. സമയം 2 മിനിറ്റ് ആയിട്ട് സമയം പോകുന്നുണ്ട്. ഒന്നും എടുക്കണ്ടേ? 5 മിനിറ്റ് ആയില്ല, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള സമയമുണ്ട്. നമുക്ക് മുകളിലേക്ക് വിട്ടാലോ? നമുക്കില്ലേ ബൂബുവിൻ്റെ സ്റ്റിക്കർ എടുക്കാം. അയ്യോ ആരോട് ചോദിക്കാം. ഈനെത്ര? ഇനി 14 റുപ്യ ചെയ്യണ്ടേ? എടുത്തേ പറ്റൂ. മേളാനി താഴോട്ടേക്ക് വരുന്നില്ല. ഇനി മേലോട്ട് പോവാം. ചെറിയ ബുക്കെല്ലാം ഉണ്ടേ, ഇതെല്ലാം എടുത്താലില്ല.
വീട്ടിലെത്താൻ നമുക്ക് അതിൻ്റെ കാര്യത്തിൽ 10 റുപ്യക്ക് ക്രയോൺ വേണം. നമുക്ക് ബിസ്ക്കറ്റിൻ്റെ എടുക്കുന്നൊരു ബിസ്ക്കറ്റ് വെക്കാം. ബിസ്ക്കറ്റാ നോക്കുന്നതിനല്ലോ പൈസ ഡബിളാവും. പൈസ പറഞ്ഞ് കണ്ടുപിടിക്കുമ്പോഴേക്ക് സമയം കഴിയല്ല. ഇത് 15 റുപ്യ കേട്ടാ. ഇത് ഇങ്ങനെ എടുക്കുന്നത് നല്ലതല്ല, ഇത് വേറെ വേറെ ഓരോന്നും എടുക്കുന്നതാണ് നല്ലത്. വേറെ ഓരോന്നും എടുത്ത് നോക്കണം നമുക്ക്. അപ്പോൾ മെനൂട്ടേക്ക് പോക്കായി. സമയം എത്രയായി? 4 മിനിറ്റ്. സമയം എത്രയായി? സമയം ഉണ്ട് കേട്ടാ. നമ്മൾ എടുക്കേണ്ടത് ഒന്നും തിരിയുന്നില്ലല്ലോ. എന്തെല്ലാം എടുക്കുന്നു, പൈസയെല്ലാം കണക്കായിട്ടുണ്ടാവും, എല്ലാം എടുക്കട്ടെ. ഒരു മിൽക്ക് ബാർ എടുക്കാം. ഒന്നും അറിയില്ല. ചേച്ചി ഇത് വേറെന്തെങ്കിലും ഉണ്ടോ? ചേച്ചി സമയമില്ല സമയമില്ല സമയമില്ല. ഇതൊന്നാ ഇനി ഇതെത്ര? അതിന്റെ പൈസ പറയാൻ പറ്റില്ല. ഇതായിട്ടില്ല. ഇതിനെത്ര പൈസ? പൈസ ആയില്ലടാ. പൈസ ആയിട്ടില്ല. പ്രൈസ് ആയില്ലേ? ഞാനൊക്കെ എത്ര എടുത്ത്? ദൈവമേ 4 മിനിറ്റ് 4 നാട്ടല്ലോ. നമുക്ക് ഇടുന്നില്ലേ ഒരു ചോക്ക്? ഇതെടുക്കാം. ഇത് സമയമില്ല. പൈസ ഒക്കെ ഭയങ്കര കൂടുതലാട്ടോ. നമുക്ക് പറ്റിയ പൈസ ഇതിന് 49 റുപ്യ ഉണ്ട്. വേണം ഇവിടെ 10 രൂപേൻ്റെ 5 രൂപേൻ്റെ ഒന്നും കാണിക്കാതെ. തൃശ്ശൂർ തന്നെ ഒരു ഡൈപ്പർ എടുത്താലോ? പക്ഷേ അതിന് 10 റുപ്യ 20 റുപ്യൊക്കെ ഒന്നും കിട്ടൂലല്ലോ. 5 സാധനത്തിനുള്ള ടൈം. അയ്യോ 100 റുപ്യ കഴിഞ്ഞാമോ കൂടിയാമോ പൈസ? ബ്രഷ് എടുത്താലോ? പല്ലെല്ലാം തേക്കുന്നേ. കേട്ടോ സമയമാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കും. ഷാളെല്ലാം നോക്കുന്നുണ്ട് ഒരു ചമ്മലായി, അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ കഴിഞ്ഞില്ല. 27 റുപ്യാന്ന്. ഇപ്പോൾ വേണ്ട, മേടിക്കാം. പക്ഷേ എങ്കിൽ നമ്മൾ ചലഞ്ചിൽ അത് വേണ്ട, വയ്യ മേടിക്കാം. എനിക്ക് 5 റുപ്യക്ക് ഇത് തരാൻ കഴിയാ? 5 റുപ്യക്ക് ഇത് തരാൻ കഴിയാ? 5 രൂപ. ആ 5 രൂപക്ക് ഈ അരി തരാൻ ആ പറ്റും. കിട്ടുമോ? 5 രൂപക്ക് ഗ്രാം കിട്ടൂല. 10 റുപ്യക്ക് 10 രൂപക്കും ഗ്രാം വരില്ല. എന്നാ എൻ്റെ സമയം പോകുന്നുണ്ടേ, പോട്ടെ. $40 ഇത് വേണ്ട. 5 റുപ്യ നേടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സമയം പോകുന്നുണ്ട്. ഒന്നും തിരിയുന്നില്ല കേട്ടോ. എൻ്റെ സമയം ഇപ്പൊ കഴിയോ? അയ്യോ എൻ്റെ സമയം കഴിഞ്ഞു. 5 എടുത്തിട്ടു എനിക്ക് കിട്ടി. സാധനത്തിന്റെ പൈസ കിട്ടില്ല കേട്ടോ. എൻ്റെ 67 റുപ്യായി. ഇവിടെ ഇതപ്പുറത്ത് ഇതും കൂട്ടിയിട്ട് വരാം. എത്ര? 48 റുപ്യ. 48. മാമ എത്ര എടുത്തിനി? ഞാൻ 9 സാധനം മേടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് അധികമായി. അൻ്റെത് കൂട്ടുന്നുണ്ടേ, കാണിക്കട്ടെ. അരിയുടെ ഭാഗത്ത് പോയി, ആടെ പോയിട്ടാണ് സമയം പോയത്. ആ ആടെ പോയി എന്ത് സമയം അപ്പോഴും ഞാൻ തിരിച്ചോടി. എന്നിട്ട് നെയ്യലെടുക്കാൻ നോക്കി വെച്ചിട്ട് ഷൂട്ടിനെ ഇതെല്ലാം വേണ്ടി. പിന്നെ സമയം ഒപ്പിക്കല്ലേ. ദേ തോറ്റ് തുന്നമ്പാടി വന്നിരിക്കുന്നു. എൻ്റെ അമ്മ അമ്മയായിട്ട് വലിവെച്ചു എല്ലാരും. എന്തായി നീ കവി? ഞാനിങ്ങനെ ആകാംക്ഷയിൽ കുത്തിരിക്കലാ. ഒന്നും പറയണ്ട. ആരാ വിജയി ആരാ എന്നാ ഒന്നും അറിയില്ല. നമുക്ക് പെട്ടെന്ന് നമുക്ക് സത്യം പറഞ്ഞ ഇങ്ങനെ സാധനം എടുക്കുമ്പോൾ നമുക്ക് എന്നാ എടുക്കാൻ ഒന്നിക്കേടിയാണ് നമ്മൾ പോകുന്നത്. ഒന്നുകിലും മുട്ട പോയിട്ട് പച്ചക്കറി പണിക്കും. നമ്മളങ്ങനെ വലിയ ടൗണിൽ പോയിട്ട് എല്ലാം ഇങ്ങനെ കറിയിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് പെടുങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഒപ്പിച്ചില്ല. എനിക്ക് എങ്ങനെ അനുഭവം? ചെരിഞ്ഞിട്ട് എണ്ണി നോക്കാം അല്ല ക്ഷീണായിരിക്കുന്നു. അപ്പുറം കുസ്തിയാലും ചേച്ചി കുട്ടീനെ നോക്കിയിട്ട് ഞാൻ ലാസ്റ്റ് ഇവരടുത്ത് പോയി കേട്ടോ. ഇവരെ അങ്ങനെ പോയി എന്തായിന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ഇവര് തീർന്നിന് പരിപാടി. അപ്പൊ തന്നെ സാധനം മനസ്സിൽ കൊണ്ട് മാറി. ചേച്ചിക്ക് ഞാൻ ചൊട്ടയാന്ന് കൊടുത്തിട്ട് അതാ ഞാൻ വെച്ച് കൊടുത്തില്ല. അടിയോടായി. എനിക്ക് കവിത മാത്രമേ കൊണ്ടുവന്നു. ഇവർക്ക് ആർക്കും അന്നെ ഓർമ്മയുണ്ടായില്ല. അലക്കാൻ പോലും നല്ല രസം കേട്ടോ. ഇവിടെ കാണാം. ഇത് ഇതിങ്ങനെ വെക്കറാ. ഓരോ കുഞ്ഞു കുഞ്ഞു വെക്കുന്നു. എല്ലാം കൂടെ ഒപ്പരെടുത്ത് വെക്കറാ. പിന്നെ ഒന്നാവലും വെക്കേണ്ടത് കാണണ്ടത് എവിടെ വെച്ചിട്ട് തന്നെ കാണില്ല. കണ്ണിലിട്ടാ കാണാത്ത ചൊട്ട ഇവള് നോക്കറ. ചെറിയ ചൊട്ട എങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ആക്കി വെക്കാം. ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ 2 എണ്ണം മാത്രം വെക്കാം. കവിക്ക് ചെറിയ ചൊട്ട ഇഷ്ടമുള്ള. നമ്മളിവിടെ കുറച്ച് അല്ല നോക്കി. സോറി അനു അറിയാണ്ട് പറ്റില്ല. അമ്മേനെ പിന്നെ നോക്കണ്ടേ.
ഇത് നല്ല രസമുണ്ടപ്പാ. എന്തെല്ലാം നിങ്ങൾ മേടിച്ചിട്ടോ വീഡിയോ നോക്കിയാലും അറിയില്ല. വീഡിയോ ഞാൻ നോക്കട്ടെ. എല്ലാ വീഡിയോയിലൊന്നും കാണുമെന്ന് തോന്നുന്നില്ല, കാരണം നമ്മൾ പെട്ടെന്ന് അങ്ങനെ പരിപാടി അങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയെല്ലാം കാണിക്കുമായിരുന്നു. ഇത് ഒന്ന് മാത്രം വെച്ചപ്പോ ഒരു 5-6 വെച്ചാലേ കാണൂലൂ. ഇത് വിഷുട്ടന് അമ്മ കൊണ്ടുവന്നേ തിന്നോ. അനുവദിച്ച് റിഷൂട്ടിന് ബിസ്ക്കറ്റ് മാത്രമേ ചോക്ലേറ്റ് ഒന്നും കൊണ്ട് കൊടുക്കാറില്ല നമ്മള്. അപ്പൊ റിഷൂട്ടാ വിക്കി അങ്ങനെ അമ്മമ്മയില്ലേ അമ്മയുമില്ലേ ഇവിടെ കുട്ടീനെ നോക്കി നിൽക്കുന്നത്. നമുക്കും വേണല്ലോ അച്ഛൻ അപ്പൊ ഞാനോ എന്റെ അമ്മമ്മ ചിക്കൻ ഒന്നാലും വെജ് സൂപ്പ്. അതിന് നിങ്ങള് 4 ആളില്ലേ? 4 ആളില്ലേ? മുഖ്യമായ സാധനം ഞാൻ കൊടുന്നേനെ ഇതോട്ടാ. നമുക്ക് ഏറ്റവും മുഖ്യം എന്താ പറയൂ? നാരങ്ങ അല്ല, നമുക്ക് ഇപ്പൊ അത്യാവശ്യമാണ്. എന്തായിരിക്കും ഇപ്പൊ നമുക്ക് ഇപ്പൊ വിഷുവല്ലേ വരുന്ന അത്യാവശ്യം? നിങ്ങൾ പറയണ വിഷുവിന് അത്യാവശ്യം നമുക്കത്. അത് എനിക്ക് എന്തേലും പിടി വരുന്നില്ലല്ലോ. കണിക്കൊന്ന വെക്കുന്ന സാധനം കണിക്കൊന്ന അല്ല അല്ല അത്യാവശ്യം അല്ല. ടിട്ടിടീ. ഓ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇത് ലാസ്റ്റ് മേടിക്കുന്ന കാര്യല്ലേ നമ്മള്. പഞ്ചങ്ങൾ 5. എന്നാ ഞാൻ എന്റെ അമ്മക്ക് അളക്കുന്ന സോപ്പ്. എന്നാലും നീ അലക്കൂല. മോളെന്ന് വെച്ചേ ഞാൻ ഇത്രയും സാധനം വാങ്ങി. അപ്പൊ നമ്മള് ചലഞ്ചിലെ വിന്നറെ പ്രഖ്യാപിക്ക. വിന്നറ് എന്ന് അങ്ങനെ പറയാനൊന്നുമില്ല, എല്ലാരും ഓരോരോ ഇതിലെടുത്തന്നെ. എന്റേത് 105 റുപ്യ ആയിന്. 102 രൂപ. നിന്റെ 43 എത്ര സാധനം മേടിച്ചിന്? 9 5 സാധനം. എന്റേത് 9 സാധനമാണ്. അതിനുണ്ട് 14 സാധനം. 14 സാധനത്തിന് 102. 102. എന്റെ 9 സാധനം 105. എന്റെ 9 സാധനം 74. എന്റെ 5 സാധനം 9. അല്ല ശരിക്ക് എല്ലാരും 100 കടന്നിട്ടുണ്ട് വിചാരിച്ച. എന്നാലും പൈസ ബാക്കിയാക്കിയത് ഇവർ രണ്ടാളാണ്. നമ്മള് പിന്നെ 5 റുപ്യ കൂട്ടിയിട്ടേ ഉള്ളൂ. അതെ, നമ്മള് കൂട്ടിയിട്ടേ ഉള്ളൂ. കൂട്ടിയിട്ടേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മളെ സാധനം എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ സാധനം എല്ലാം എടുക്കുന്നെല്ലാം വീഡിയോ എടുത്തിട്ടില്ലേ? അപ്പൊ അതെല്ലാം എടുക്കുന്നെല്ലാം ഏതാ തിരിയല്ല. അപ്പൊ ഇതിലിപ്പോ വിന്നർ ആരാ? നമ്മളല്ല, നിങ്ങളാ പറയണ്ട ആരായിരിക്കും? ഇവർ രണ്ടാളും അരങ്കുറാള്. കാരണം ഇവര് പൈസ അതിൽ സാധനം ഇല്ലെങ്കിലും കുറച്ചിട്ട് തന്നെ എടുത്തിന്. ഒരു കാര്യം ചെയ്യാം. അപ്പൊ എന്തായാലും സമ്മാനം കൊടുക്കണ്ടേ? കമന്റ് ചെയ്തിട്ട് എല്ലാരും കൂടി തീരുമാനിക്കാം. ശ്രീമായാലും കമന്റ് ചെയ്ത് ഏറ്റവും നല്ല, അങ്ങനെ മാത്രല്ല ഏറ്റവും നന്നായിട്ട് പോന്നിയും ഞാൻ വീഡിയോ കണ്ടില്ല, എത്തിയാണത്രേ. ഏറ്റവും ഉഷാറായിട്ട് തോന്നിയത് ആരാന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യും. അയാൾക്ക് നമ്മള് അടുത്ത വീഡിയോയിൽ കൊടുക്കുന്ന കാണിക്കാം. സെറ്റ് അല്ലേ? അപ്പൊ ഒന്ന് കമന്റ് ചെയ്യട്ടെ ആരാന്ന് ചലഞ്ചിൽ വിന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മള് പറഞ്ഞ വീഡിയോ അടിയാവും, അതുകൊണ്ടാണ് ഒരാൾ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം ഉണ്ടാവും. ഇല്ല ഞാൻ വെറുതെ പറഞ്ഞ. അപ്പൊ എല്ലാം ഉഷാറാണ്. അപ്പൊ നമ്മളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്ത് പുറത്ത് പോയിട്ട് എന്തായാലും അറിയില്ല, എട്ട് ചെയ്തില്ല. നമുക്ക് ചലഞ്ച് ഒരു നല്ല ഇതേപോലത്തെ വീഡിയോ ഇനി ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് വീണ്ടും ചലഞ്ചുകൾ ചെയ്യാം. ഇവര് ചെയ്യും കേട്ടോ, ഞാനല്ല, ഇവരെന്നെ പോയി ചെയ്താണ്. തിന്നേണ്ട സാധനങ്ങൾ എടുത്തിട്ട് ആരാന്ന് കൂടുതൽ തിന്നേ, അപ്പൊ ഇത്ര പൈസക്ക് കൂടുതൽ തിന്ന് അങ്ങനെ നോക്കണം. അപ്പൊ ശരി, അതുപോലത്തെ വീഡിയോ വരാം. ആഗ്രഹം എന്തായാലും ഒന്ന് കമന്റ് ആക്കി ആരാ വിന്നർ എന്നില്ല ഒന്ന് ഇതാക്കി. അപ്പൊ പുതിയ സ്റ്റേഷൻ വരാം.